എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സിംബാബ്വെക്കെതിരായ ഇന്ത്യയുടെ T20 സീരീസിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരമായ ഇന്നത്തെ മത്സരത്തിൽ ജയം ഇന്ത്യക്കായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 20 ഓവറിൽ 167 റൺസാണ് നേടിയത്. എന്നാൽ സിംബാബ്വെക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. ഇന്നത്തെ മത്സരശേഷം ഇന്ത്യൻ സൂപ്പർ താരവും മലയാളിയുമായ സഞ്ജു സാംസൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതൊരു മികച്ച വിജയമായിരുന്നു. ഇന്നത്തെ മത്സരം വിജയിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സിംബാബ്വെക്കെതിരായ ഈ T20 പരമ്പര ഇന്ത്യ നേടും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഈ പരമ്പരയുടെ വിജയം ടീമിനും ടീമിന്റെ ആരാധകർക്കും വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈയൊരു പരമ്പരയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് എനിക്ക് നന്നായി തന്നെ ബാറ്റ് ചെയ്യാൻ പറ്റി. അതിന് കാരണം വിരാട് കോഹ്ലിയാണ്. കോഹ്ലിയുടെ ബാറ്റിംഗ് സ്റ്റൈലാണ് ഞാൻ ഇന്ന് ഫോളോ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ക്ഷമയോടെ കൂടി ആക്രമിച്ചു കളിക്കാൻ സാധിച്ചു. കോഹ്ലി തന്ന ഊർജ്ജമാണ് എന്നിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയത്. കൂടാതെ രോഹിത് ഭായ്, MS ധോനി എന്നിവരുടെ ഓരോ വാക്കുകളും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിലും സഹായിച്ചു. ധോണിയാണ് എൻ്റെ റോൾ മോഡൽ. അദ്ദേഹത്തെ പോലെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ രോഹിത് ശർമ്മയും. ലോകകപ്പിൻ്റെ സമയത്ത് എന്നെ രോഹിത് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിരുന്നു. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഒരു തലമുറ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴുള്ള യുവതലമുറയും നന്നായി തന്നെ കളിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ വിജയത്തിന്റെ ക്രെഡിറ്റ് ഞാൻ ടീം മാനേജ്മെന്റിനും എൻ്റെ സീനിയേഴ്സിനും നൽകുന്നു, അതുപോലെ തന്നെ ടീമിലെ ഓരോരുത്തർക്കും. സിംബാബ്വെയിൽ ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ആ മത്സരത്തിൽ തന്നെ പരമ്പര നേടാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിച്ചതിൽ ഞാൻ സന്തോഷവാനാണ് എന്നും സഞ്ജു സാംസൺ വ്യക്തമാക്കി. T20 ക്രിക്കറ്റിൽ ഇന്ത്യ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരമ്പര അതിന് ഒരു ഉത്തമ ഉദാഹരണവുമാണ്. 4-1 ആധിപത്യ വിജയത്തോടെയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ആദ്യ മത്സരം തോറ്റെങ്കിലും പിന്നീട് മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ടീം ഇന്ത്യ പരമ്പര നേടിയത്. അടുത്തതായി ഇന്ത്യയെ കാത്തിരിക്കുന്നത് ശ്രീലങ്കൻ പര്യടനമാണ്. ആവേശകരമായ 3 മത്സരങ്ങളുടെ T20 പരമ്പരയും അതിനുശേഷം 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയുമാണ് ഇന്ത്യക്ക് മുന്നിൽ ഉള്ളത്. എന്തായാലും ഈ പരമ്പരയിലെ പ്രകടനം പോലെ തന്നെ ശ്രീലങ്കയ്ക്കെതിരായ മത്സരങ്ങളിലും മികച്ച പ്രകടനം തന്നെ ഇന്ത്യ കാഴ്ചവെക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.